നമസ്കാരം കുട്ടികളെ, നമ്മളിന്ന് അടുത്ത ആനയോട് കിടക്കാൻ പോവാണ് അല്ലേ. അടുത്ത ആനയുടെ പേരെന്താ നമുക്ക് ചെയ്യാനുള്ളത്? ക്ലോറൈഡ് അല്ലേ. ആദ്യം കാർബണേറ്റ് പറഞ്ഞു, അസറ്റേറ്റ് പറഞ്ഞു, അടുത്ത ക്ലോറൈഡാണ്. ഓക്കെ, ഒരു ക്ലോറൈഡ് സോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർബണേറ്റ് ചെയ്യുന്നു, അത് ആബ്സെൻ്റ് ആണ്. അടുത്ത അസറ്റേറ്റ് ചെയ്യുന്നു, അത് ആബ്സെൻ്റ് ആണ്. അടുത്തത് ക്ലോറൈഡ് കിടക്കാൻ പോവാണ്. ഓക്കെ, എങ്ങനെയാണ് ക്ലോറൈഡ് ചെയ്യുന്നത്? ടെസ്റ്റ് ട്യൂബിലോട്ട് ആദ്യം അല്പം സോൾട്ട് എടുക്കുക. ഓക്കെ, അതിനുശേഷം അതിനകത്തോട്ട് നമ്മൾ എന്ത് ഒഴിക്കണം? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കണം അല്ലേ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചതിന് ശേഷം അത് അപ്പം തന്നെ ചിലപ്പോൾ ഒരു വൈറ്റ് ഫ്യൂംസ് ഒക്കെ വരാം കേട്ടോ. വൈറ്റ് ഫ്യൂംസ് അന്നേരം തന്നെ വരാം. പക്ഷെ അതുകൊണ്ടായില്ല. പിന്നെ ഒരു ഗ്ലാസ് റോ എടുക്കുക. ആ ഗ്ലാസ് റോ എടുത്തിട്ട് നമ്മൾ അമോണിയം ഹൈഡ്രോക്സിനകത്തോട് മുക്കണം. അതുകൊണ്ട് അമോണിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സ് അല്ല, അമോണിയം ഹൈഡ്രോക്സൈഡ് മുക്കണം. മുക്കിയിട്ട് ആ ഗ്ലാസ് റോഡ് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിനകത്തോട്ട് കാണിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? നല്ല തിക്ക് വൈറ്റ് ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ക്ലോറൈഡ് ആനയോണാണ്. അപ്പോൾ അവിടെ വൈവായിക്കൊരു ക്വസ്റ്റ്യൻ വരാം, എന്താണ് വൈറ്റ് ഫ്യൂംസ് എന്ന് പറയുന്നത്? അത് വേറെ ഒന്നുമല്ല, അമോണിയം ക്ലോറിൻ്റെ വെളുത്ത പുകയാണ്, അമോണിയം ക്ലോറൈഡ്. ഓക്കെ, അതാണ് അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ. ഇനിയും അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻ്റെ കൺഫർമേറ്റ് കിടക്കാമല്ലോ അല്ലേ. കൺഫർമേറ്റ് ടെസ്റ്റ് നമുക്ക് അറിയാവുന്നതാണ്. എന്താണ്? സിൽവർ നൈട്രേറ്റ് ടെസ്റ്റാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ സോൾട്ട് സൊല്യൂഷൻ ആദ്യം അല്പം എടുക്കുക. അതിനുശേഷം അല്പം ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ഒഴിക്കുക. എന്നിട്ട് ഏതാനും ഡ്രോപ്സ് എന്തൊഴിക്കണം? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഒഴിക്കുക. ഇത്ര ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ക്ലോറൈഡ് ഉണ്ടെങ്കിൽ ഉറപ്പാണ് നല്ല വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ്, നല്ല കട്ട തൈര് പോലെ ഒരു പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യും. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അതിനകത്തോട്ട് അല്പം അമോണിയം ഹൈഡ്രോക്സ് അങ്ങോട്ട് ഒഴിക്കുക. അമോണിയം ഹൈഡ്രോക്സ് ഒഴിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ഡിസോൾവ് ആവും. അങ്ങനെ ഡിസോൾവ് ആയെങ്കിൽ മാത്രമേ അവിടെ ക്ലോറൈഡ് കൺഫേം എന്ന് പറയാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നോട് പറയാം, നമ്മൾ സോൾട്ട് സൊല്യൂഷൻ എടുത്തു, ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ഒഴിച്ചു, സിൽവർ നൈട്രേറ്റ് ഒഴിച്ചു. അപ്പോൾ എന്ത് കിട്ടി? വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ്. പിന്നെ ഇവിടെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ആ ടെസ്റ്റിനകത്ത് നമ്മൾ ഇത്രയും ടെസ്റ്റ് ചെയ്യുമ്പോഴേ സോൾട്ട് സൊല്യൂഷൻ എടുത്തു, നൈട്രിക് ആസിഡ് ഒഴിച്ചു, സിൽവർ ഒഴിച്ചു. ഇത്ര ഒഴിക്കുമ്പോൾ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ഏകദേശം ഒരു പകുതിക്ക് താഴെ സൊല്യൂഷൻ കാണും ഇല്ലേ. നിങ്ങൾ അത്രയത്തിനകത്തോട്ട് അമോണിയസ് ഒഴിക്കാൻ പോകണ്ട. നിങ്ങൾ അതിനകത്തുനിന്ന് കുറേ അങ്ങ് എടുത്ത് കളയുക. മനസ്സിലായില്ലേ? കളഞ്ഞ് ബാക്കി ഒരു അര ml ആവശ്യമുള്ളൂ. അതിനകത്തോട്ട് അമോണിയസ് ഒഴിച്ച് നോക്കുക. കാരണം ഇത് ലയിക്കുമെന്ന് അറിഞ്ഞാൽ മതിയല്ലോ, അല്ലാണ്ട് മൊത്തം ലയിക്കുന്ന ആവശ്യമില്ല. നമുക്ക് എടുത്താൽ മതി. അതല്ലെങ്കിൽ ഒരുപാട് അമോണിയസ് ഒഴിച്ച് ടെസ്റ്റുമൊക്കെ കവിഞ്ഞു പോകും, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഏകദേശം അര ml ആ പ്രസിപ്പിറ്റേറ്റ് എടുക്കുക, ബാക്കി കളഞ്ഞേക്കുക. അതിനകത്തോട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുമ്പോൾ കംപ്ലീറ്റ് ലയിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദ ഗിവൺ ആനോൺ ഈസ് ക്ലോറൈഡ്. അപ്പോൾ ഇതാണ് എൻ്റെ കൺഫർമേറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ലോറൈഡിൻ്റെ പ്രസൻറ്റ് ടെസ്റ്റ് പഠിച്ചു, കൺഫർമേറ്ററി പഠിച്ചു. പിന്നെ ഒരു കാര്യം പറയട്ടെ, പ്രസൻറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നല്ല സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ ഹീറ്റ് ചെയ്യേണ്ട. കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് അടച്ചൊക്കെ വെച്ചാണെങ്കിൽ നല്ല ഇപ്പോൾ അങ്ങോട്ട് എടുത്ത് വെച്ചതേ ഉള്ളുവെങ്കിൽ തീർച്ചയായിട്ടും ഹീറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടും. എല്ലാ സ്കൂളിലും ഒരുപോലെ അല്ലല്ലോ, അതുകൊണ്ട് ഈ പറയുന്നത്. അതല്ല, കുറച്ച് പഴയതാണ്, തുറന്നു വെച്ചതാണ് ആണെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നിങ്ങൾ ഹീറ്റ് ചെയ്യണം, എന്നെങ്കിലേ ചിലപ്പോൾ അത് കിട്ടത്തുള്ളൂ. അതൊന്നും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലോറൈഡിനകത്ത് പറയാനുള്ളത്. അപ്പം ഞാൻ വൈവയുടെ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ. ഓക്കെ, താങ്ക് യു.